എന്താന്ന് ഇവിടുന്ന് ഒരു ചെക്കൻ ഇന്നലെ കഴിക്കില്ല. ചെക്കൻ പോയിട്ടുണ്ട്, ചെക്കനും കോരിയില്ലേ? എന്റെ ചെക്കൻ ഇങ്ങ് പോരുവല്ലെന്ന്. ഓന്റെ അമ്മ ഒരു കമ്പനിക്കാരായിരിക്കും. അല്ല, അവന്റെ അടുത്ത് അമ്മ ഒരു കമ്പനിക്കാരുണ്ടാവും. പിന്നെ ഇനിയും ഞാനും പറഞ്ഞു ഒരു കാര്യവും ഇനി പോകുന്നില്ല, തൊഴിലുറപ്പിന് പൈസ കൊടുത്തു പോന്ന് വന്നോട്ടെ. ഇനി ഒന്നും മനസ്സിലാക്കേണ്ടി വെച്ചാൽ ഓന് ഇവിടെ വരുമ്പോ ഞാൻ ഉണ്ടായില്ല. ഓന്റെ കമ്പനിക്കാരുമ്പോ ഞാനിവിടെ ഉണ്ടാവില്ലോ. ഇനി അല്ല ഇവിടെ ഉള്ളത്, നാട്ടിൽ ഇനി പറഞ്ഞു കൊടുക്കണ്ടേ കുറെയൊക്കെ. ഇനി എന്തുകൊണ്ട് പറയാനില്ല? രാവിലെ തന്നെ ഇതെന്ത് ലഹളയായി? ആൾക്കാർക്ക് കൂടെ ചുറ്റുപാട് നിൽക്കണ്ട. ഇതെന്ത് ലഹളയായി? നിങ്ങൾ എന്തെന്നാണ് പറയുന്നത്? ചോറോടെല്ലാ കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ കാട്ടോ എന്നോട് ഞാൻ എപ്പോഴും പറയലുണ്ട്, ലോനെ കൂട്ടിക്കൊണ്ടുപോകാൻ. ഇതെന്ത് പറയാനാ? എന്നോട് എത്ര പറഞ്ഞിടോ. എന്നിട്ട് ഞാൻ പറയാം അങ്ങനെ കിട്ടണം. എനിക്ക് 3-5 കൊല്ലായോ? എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? ഒരു കുഞ്ഞി കാലി കാണുവാണ് യോഗം ഞാനുണ്ടായോ? ഉത്തരവാദിയാണ് ഞാൻ ഉത്തരവാദി. ഇങ്ങനെ കൂട്ടുകെട്ടി എന്റെ മോനെ കൊണ്ടുപോകണ്ട. എന്റെ മോനെ കൂട്ടുകെട്ടി എന്ത് കച്ചറുണ്ടെങ്കിൽ ഇനി ഒറ്റ കൂട്ടിക്കൊണ്ടുപോകാൻ. എൻ്റെ ഓളെ ഞാൻ ഒഴിവാക്കിയാലും നിന്നെ ഞാൻ ഒഴിവാക്കൂല. എൻ്റെ മുത്ത തള്ളേരിന്റെ കൈമക്കിട്ട് ഞെമടിക്കാതെ ഞാൻ എന്താണ് പ്രാന്ത? ആർക്ക്? എന്റെ തളകി അടങ്ങൂല. ഇതൊന്നും പറയാൻ ഭാഗ്യത്തില്ല. എന്തൊക്കെ തോന്നിയാ തള്ളഞ്ഞ് പറഞ്ഞ് എന്താ കോയിക്കാലോ കുഞ്ഞിക്കാലോ എനിക്കെന്തോ ഒണ്ണാക്കാട്ടയുടെ കാണ്ട്. ഇനിയിപ്പോ എന്റെ അവിടെ പോയിനല്ലേ? ചേട്ടാ എന്റെ അവിടെ പോയതാണ് എനിക്കിപ്പോ കിട്ടിയത്. എല്ലാരും എനിക്കൊരു പ്രത്യേക ഇക്കിളിയാണ്. കിളി മാറി. എടോ എന്റെ കുഞ്ഞിക്കാലിൽ ഇങ്ങനത്തെ വഴിയുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. എന്റെ ചെവി കൂടി ഞാൻ സ്വകാര്യം പറഞ്ഞുതരാം. അപ്പൊ എങ്ങനെയുണ്ട് മനസ്സിലായോ?